നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന ഈ വീഡിയോയിലെ വിഷയം പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ മുൻജന്മ കാര്യങ്ങളാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ഇവർ ആരായിരുന്നു, പൂർവജന്മത്തിൽ ഇവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരുന്നവരായിരുന്നു എന്ന ഒരു വിഷയമാണ് ഞാനിവിടെ പറയുന്നത്. ഈ വീഡിയോ വിശ്വാസപരമായിട്ടുള്ള ഒരു വീഡിയോ, അപ്പൊ അതുകൊണ്ട് വിശ്വാസികൾ കാണുന്നതാണ് നല്ലത്. അവിശ്വാസികൾ കണ്ടാൽ അവരിതിനെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതായിട്ട് പറയും. അപ്പൊ അതുകൊണ്ട് ഇത് വിശ്വാസികൾ കാണുന്നതാണ് നല്ലത്. ഇത് ഞാൻ പറയുന്ന ഒരു കാര്യമില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പൂർവജന്മത്തെ പറ്റി ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ജ്യോതിഷ ആചാര്യന്മാർ എഴുതി വച്ചിട്ടുള്ള കാര്യത്തിന്റെ ഒരംശം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവജന്മത്തെ പറ്റി പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും പൂർവജന്മ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ പൂർവജന്മ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അയാൾ വെറുതെ ഞാനങ്ങോട്ട് ഒരാൾ ഇന്ന പോലെ പൂർവജന്മത്തിൽ ഇന്ന ആളായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവും? ഇല്ല, ഇയാൾ വെറുതെ നുണ പറയുന്നത്. അപ്പൊ അതിന് ജ്യോതിഷത്തിൽ ചില പ്രമാണങ്ങളുണ്ട്. അതനുസരിച്ച് നോക്കിയാൽ ഒരാളുടെ പൂർവജന്മം അയാൾ ഇന്നതായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരാളുടെ ഗ്രഹനിലയിലെ 5-ാം ഭാവം കൊണ്ടും 9-ാം ഭാവം കൊണ്ടും 12-ാം ഭാവം കൊണ്ടും ഒരാൾ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അപ്പൊ ഇതുപോലെ സാമാന്യമായ ഒരു ഫലചിന്തയാണ് ഞാനിവിടെ പറയുന്നത്. അതായത് പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ സാമാന്യമായി കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു. ഇത് പൂർണ്ണമാകണമെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ജാതകവും അതിലെ ഗ്രഹനിലയും പരിശോധിച്ച് അതിലെ 5-ാം ഭാവവും 9-ാം ഭാവവും 12-ാം ഭാവം കൊണ്ട് ചിന്തിച്ചാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ ഞാനിത് പറയുന്ന സാമാന്യമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ കാര്യം പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്രക്കാരായിരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കണം. അതിലെ ഭാവങ്ങൾ പരിശോധിച്ചാലേ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ പ്രത്യേകിച്ച് വേഴത്തിന്റെയും കേതുവിന്റെയും സ്ഥാനത്തിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പൊ കഴിയുന്നതും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. കാരണം എന്നാലേ ഇതിലെ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും തയ്യാറാകണം. അപ്പൊ അത് നമുക്ക് പൂരുരുട്ടാതി, ഇത് നമ്മുടെ വിഷയം. പൂരുരുട്ടാതി നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, പൂർവജന്മത്തിൽ അവരെന്തായിരുന്നു ചെയ്തിരുന്നത്. ഈ നക്ഷത്രത്തിന്റെ അധിപൻ വേഴമാണ്. വേഴഗ്രഹമാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. അജൈകപാദം, അതായത് ഒറ്റക്കാലുള്ള ആട് എന്നാണ് എന്റെ അർത്ഥം. അജൈകപാദം അതായത് രുദ്രന്റെ ഒരു ഭാവമാണത്. ദേവതയായുള്ള ഈ നക്ഷത്രത്തിന്റെ സവിശേഷതകളും വേഴത്തിന്റെ സ്വാധീനവും കൂടിയാകുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഇരട്ട വ്യക്തിത്വവും അഗാധമായ ചിന്താശേഷിയും ഉള്ളവരായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. മുൻജന്മത്തിൽ ഇവർ കഠിനമായ വ്രതത്തിലോ തപസ്സിലോ അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിമറിച്ചവരോ ആയിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവരുടെ 5-ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ, അതായത് മിഥുനം, കർക്കിടകം 5-ാം ഭാവം ബുധന്റെയും ചന്ദ്രന്റെയും രാശികളാണ്. അപ്പൊ മുൻജന്മത്തിൽ ഇവർ മികച്ച കലാകാരന്മാരോ ഗ്രന്ഥകാരന്മാരോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സ്നേഹപൂർവ്വം സംരക്ഷിച്ചിരുന്നവരോ ആയിരിക്കാൻ സാധ്യതയുണ്ട്.
ഇവരുടെ 5-ാം ഭാവം കൊണ്ട് നോക്കിയാൽ. അതായത് ഇപ്പൊ ഗോചരപരമായിട്ട് ഈ രാശിയുടെ, അതായത് ഇപ്പൊ ഈ പൂരുരുട്ടാതി നക്ഷത്രം, അത് 2 കൂറിലാണ് വരുന്നത്. പൂരുരുട്ടാതി നക്ഷത്രം ഒന്ന് കുംഭക്കൂറിലും ഒന്ന് മീനക്കൂറിലുമാണ് വരുന്നത്. അപ്പൊ 2 കൂറിന്റെയും അധിപന്മാരും അതിന്റെ ദേവതകളും ഉണ്ട് ഇതിന്. അപ്പൊ 5-ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവര് ഇങ്ങനെയുള്ളവരായിരിക്കണം. ഇനി 9-ാം ഭാവം കൊണ്ട് ചിന്തിച്ചാലോ, ഇവർ നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലകൊണ്ടിരുന്നവരായിരുന്നു എന്നും ചിന്തിക്കാം. നിഗൂഢമായ ചില വിദ്യകളിൽ ഇവർക്ക് പ്രാവീണ്യം ഉണ്ടായിരുന്നു എന്നും പറയാം. അത് ചില നിഗൂഢമായ വിദ്യകളിൽ ഇവർക്ക് പ്രാവീണ്യമുള്ളവരായിരുന്നു ഇവർ മുൻജന്മത്തിൽ. ഇവരുടെ 12-ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ കഴിഞ്ഞ ജന്മത്തിന്റെ അവസാന കാലത്ത് ഇവർ ഭൗതിക സുഖ സൗകര്യങ്ങൾ വെടിഞ്ഞ് ആത്മീയ ചിന്തയിലേക്ക് തിരിഞ്ഞവരോ അല്ലെങ്കിൽ ഏകാന്തവാസം നയിച്ചിരുന്നവരോ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ 12-ാം ഭാവം കൊണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ മൊത്തം ആകെ ചിന്തിച്ചാൽ ഇവർ ശിവനെ ഉപവാസിച്ചിരുന്നവരായിരുന്നു. തന്റെ ശിവന്റെ ഉപവാസം ശിവനെ ഉപവസിച്ചിരുന്നവരായിരുന്നു എന്ന് വേണമെങ്കിൽ ഇവരെ പറയാം. ശിവന്റെ ഉപവാസവും ആത്മീയമായ സിദ്ധികളും കൈവരിച്ച ഒരു ജ്ഞാനിയായിരുന്നു പൂർവജന്മത്തിൽ ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർ. ഭയമില്ലാതെ സത്യം തുറന്നു പറഞ്ഞിരുന്ന ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ഗുരു ആയിരുന്നു ഇവരെന്നും പറയാം. അതായത് നല്ല ധൈര്യശാലിയായ ഒരു വ്യക്തിയായിരുന്നു ഇവർ. സമൂഹത്തിൽ തെറ്റായ ആചാരങ്ങളെ തിരുത്താൻ ശ്രമിച്ച ഒരു വിപ്ലവകാരിയായിരുന്നു വേണമെങ്കിൽ ഇവരെ പറയാം, ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാർ. മറ്റാർക്കും അറിയാത്ത ആത്മീയമായ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു വിശ്വസ്തനായിരുന്നു ഇവർ എന്ന് വേണമെങ്കിലും നമുക്ക് ഇവരെ ചുരുക്കത്തിൽ പറയാൻ സാധിക്കും. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോ ഈ നക്ഷത്രക്കാർ നല്ല ആത്മീയ ചിന്തകളും അതേപോലെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടിയും അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടിയും ഒക്കെ പടപൊരുതിയിരുന്ന ഒരു വിപ്ലവകാരിയും അല്ലെങ്കിൽ ഒരു തത്വജ്ഞാനിയും അതേപോലെ തന്നെ മഹാമനസ്കതയുള്ളവരുമായിരുന്നു എന്ന് ചുരുക്കത്തിൽ ഇവരെ പറ്റി പറയാൻ സാധിക്കും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.